ഇത് 2002 മോഡൽ മാരുതി സെന്നാണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കത്തിയാണ് കിടക്കുന്നത്. നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് അത് അണയുന്നുണ്ട്, വീണ്ടും കാലെടുക്കുമ്പോൾ അത് കത്തുന്നുണ്ട്. കണ്ടില്ല, റേസ് ചെയ്യുന്ന സമയത്ത് അണഞ്ഞിട്ട് വീണ്ടും അത് കത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടർനേറ്റർ കംപ്ലയിൻ്റ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് പ്രോപ്പറായിട്ട് ചാർജ് ചേർത്തില്ല. അങ്ങനെ വണ്ടി ബാറ്ററി ഡൗൺ ആയിപ്പോകും, പിന്നെ വണ്ടി സെൽഫ് എടുക്കത്തില്ല. പിന്നെ ആൾട്ടർനേറ്റർ വരുന്ന ഈ താഴ്ഭാഗത്താണ് ആൾട്ടർനേറ്റർ വരുന്നത്. നമുക്ക് വണ്ടിയുടെ അടിയിൽ കയറിയാണ് ഇതിനെ ഇളക്കി എടുക്കേണ്ടത്. നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നമുക്ക് ഈ ആൾട്ടർനേറ്ററിനെ പൊളിച്ച് നോക്കിയാൽ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ പഴയത് പൊളിച്ച് നോക്കിയപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു യൂസ്ഡ് ആൾട്ടർനേറ്ററാണ് എടുത്തിട്ടുള്ളത്. സ്ക്രാപ്പിൽ നിന്നൊരു സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ ആൾട്ടർനേറ്റർ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വണ്ടിയിൽ കയറ്റി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ആൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നെഗറ്റീവ് ടെർമിനൽ ഇളക്കി വിടുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുന്നെങ്കിൽ ചാർജ് കയറുന്നില്ല, വണ്ടി ഓണായി കിടക്കുന്നെങ്കിൽ ചാർജ് കയറുന്നുണ്ട്. നമുക്കങ്ങനെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആൾട്ടർനേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റൊക്കെ അണഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.